പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പം വീഡിയോ ഇടാൻ പോകുമ്പോഴത്തേനും ചിലവർ പറയും, ഓ ഇങ്ങേരിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ്, ഇങ്ങേര് മോഹൻലാലിൻ്റെ ആരാധകനാണ്, അങ്ങേര് ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. പക്ഷെ സത്യം അല്ലാതെ പറയാൻ പറ്റുമോ എൻ്റെ മക്കളെ? കാരണം ഒരു തള്ളിൻ്റെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ കാന്ത എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. ആ ദിവസത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന കളക്ഷനൊക്കെ ഇട്ടിരുന്നു. അത് ഏകദേശം ശരിവെക്കുന്ന കണക്കുകൾ തന്നെയായിരുന്നു പുറത്തു വിടുന്നത്. കാരണം കൃത്യമായിട്ടുള്ള കണക്കുകൾ ഏകദേശം 10 കോടി തികയ്ക്കത്തില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ കേരളത്തിൽ നിന്ന് 1 കോടി തികയ്ക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ തന്നെയായിരുന്നു. ഏതായാലും കേരളത്തിൽ നിന്ന് 1 കോടി 10 ലക്ഷം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കാം. ട്രാക്കർമാരുടെ റിപ്പോർട്ടും അത് തന്നെയാണ് ശരിവെക്കുന്നത്. 1 കോടി 10 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത്. അത് ഒരു ദുൽഖറിൻ്റെ ചിത്രത്തെ സംബന്ധിച്ച് 1 കോടി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട, വളരെ ശോകമായ അവസ്ഥയായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളുടെ അവസ്ഥ. അതൊക്കെ ചിത്രം പോയി കണ്ടവർക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് മനഃപൂർവ്വം പൊട്ടിക്കാൻ നടക്കുക എന്ന് പറഞ്ഞിട്ട് ചിലർ വരും. അതുകൊണ്ടാണ് ഞാനിന്ന് മിണ്ടാതിരിക്കുന്നത്. 2 തള്ളിൻ്റെ കഥയാണ് എന്ന് ഞാൻ പറയുന്നത്. ഏതായാലും 10 കോടി എങ്ങനെയെങ്കിലും തേക്കണമല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ തന്നെ ഒരു പോസ്റ്റർ ഔദ്യോഗികമായിട്ട് വിട്ടു. 10 കോടി 50 ലക്ഷം രൂപ ഇതിന് കിട്ടിയതായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം എനിക്ക് അന്നേരം സംശയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. 10 കോടി 50 ലക്ഷം കിട്ടിക്കാണുമോ? ഒരു കാരണവശാലും കിട്ടാൻ സാധ്യതയില്ല. കാരണം 3 കോടിയായിരുന്നു പ്രീസെയിൽ കളക്ഷൻ തന്നെ കിട്ടിയത്. പിന്നെ ബുക്ക് മൈ ഷോയിലൊക്കെ നമ്മൾ ടിക്കറ്റ് വിൽപ്പന നോക്കിയപ്പോൾ വളരെ തുച്ഛമായ ടിക്കറ്റ് വിൽപ്പനയായിരുന്നു. പക്ഷെ എന്നിട്ടും 10 കോടി 50 ലക്ഷത്തിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ തയ്യാറാക്കി ഇട്ടു. ഓക്കെ, കൃത്യമായിട്ടുള്ള വിവരം അറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള ട്രാക്കർമാരുടെ വിവരം ഞാൻ ഉണ്ടാക്കിയതല്ല. ഏതായാലും സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ട്രാക്കർമാർ പുറത്തുവിട്ട കണക്കുകൾ വന്നിട്ടുണ്ട്. അതും പ്രകാരം ഇന്നലെ ആദ്യത്തെ ദിവസം ഇത് കളക്ട് ചെയ്തേക്കുന്നത് 7 കോടി 65 ലക്ഷം രൂപയാണ്. അതിന് കൃത്യമായിട്ട് കണക്കുകൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 85 ലക്ഷം രൂപ ഇത് കളക്ട് ചെയ്തു. ആന്ധ്രാപ്രദേശിൽ നിന്ന് 1 കോടി 70 ലക്ഷം കളക്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് 1 കോടി 10 ലക്ഷം, കർണാടകത്തിൽ നിന്ന് 40 ലക്ഷം, ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടി 10 ലക്ഷം. ഓവർസീസിൽ നിന്ന് ഇത് കളക്ട് ചെയ്തത് 2 കോടി 50 ലക്ഷം. ടോട്ടൽ 7 കോടി 65 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 10 കോടി 50 ലക്ഷത്തിൻ്റെ ഈ പോസ്റ്റർ എന്തിന് തയ്യാറാക്കി വിട്ടു എന്നുള്ളതാണ് നമുക്കൊരു സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ബദൽ മറുപടി എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രീമിയർ ഷോയുടെ കളക്ഷനോടെ ചേർത്താണോ ഇത് വിട്ടേക്കുന്നതെന്ന് സംശയം തോന്നാം. ഏതായാലും പ്രീമിയർ ഷോയുടെ കളക്ഷനോടെ ചേർത്താലും ഈ തുക വരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 765 കൂടെ ഏതായാലും 1 കോടി ചേർത്താൽ പോലും 8.5 മുകളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. ഏകദേശം അത് ഉറപ്പാണ്. പിന്നെ ഈ തള്ളു പോസ്റ്റിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായി. 8 തള്ളും കൂടെ പുറത്ത് വിട്ടു എന്നുള്ളതാണ്. ഈ തള്ള എങ്ങനെ പുറത്ത് വിട്ടു എന്നെനിക്കറിയില്ല. എന്തിനു പുറത്ത് വിട്ടെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ടിക്കറ്റ് വിൽപ്പന 1,27,500 ടിക്കറ്റ് വിറ്റതായിട്ടാണ് ഔദ്യോഗിക പോസ്റ്റർ ഇറക്കിയത്. അപ്പോഴും നമുക്ക് സംശയം, ബുക്ക് മൈ ഷോയെ ഇട്ട ടിക്കറ്റ് വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്നത് 78,920 ടിക്കറ്റാണ്. 1 ലക്ഷം പോലും തികച്ചില്ല. അതൊരു പക്ഷേ പ്രീമിയർ ഷോയുടെയും കൂടെ ഉൾപ്പെടുത്തിയാണ് എന്നൊരു പക്ഷേ വാദിച്ചേക്കാം. എന്നാലും ഇതിനോട് അടുത്ത് നിൽക്കാൻ വളരെ പാടാണ്. ഞാൻ വേറൊരു കണക്ക് പറയാം. 2 ലക്ഷത്തിന് മുകളിലായിരുന്നു DFRAയുടെ ടിക്കറ്റ് വിൽപ്പന ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റത്. അത് നമ്മൾ ബുക്ക് മൈ ഷോ തന്നെ പുറത്തു വിട്ട കണക്കാണ്. അത് ആദ്യ ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിൽ 3-ാം സ്ഥാനത്ത് DFRA നിൽക്കുന്നു എന്നും നമ്മളന്ന് വീഡിയോ ചെയ്തായിരുന്നു. അത് ഔദ്യോഗികമായിട്ട് വിട്ട പോസ്റ്ററൊന്നുമല്ല, ബുക്ക് മൈ ഷോ തന്നെ വിട്ട പോസ്റ്റർ പ്രകാരമാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ അന്ന് തന്നെ 10 കോടിക്കടുത്ത് 10 കോടിയെ DFRA എന്ന ചിത്രം കളക്ട് ചെയ്തു. പിന്നെ 1 കോടി 27 ലക്ഷം ടിക്കറ്റ് വിറ്റാൽ തന്നെ, ഔദ്യോഗിക കണക്ക് തന്നെ നമ്മൾ എടുത്താൽ തന്നെ, എങ്ങനെ ഈ 10 കോടി 50 ലക്ഷം
കളക്ഷൻ നേടി എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് പലരും ഉന്നയിക്കുന്നത് കണ്ടു. ഇതൊക്കെ തന്നെയാണ് ഒരു തള്ളിൻ്റെ കഥ. ഔദ്യോഗിക കണക്കുകൾ പുറത്തു വിടുമ്പം ഇങ്ങനെയൊക്കെയുള്ള പല തള്ളുകളും നടക്കും. ഏതായാലും ഈ 10 കോടി തയ്ക്കണമെങ്കിൽ ഒരുപക്ഷെ 2 ദിവസത്തെ കളക്ഷനും കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും എന്ന് മാത്രമേ എനിക്ക് ഇവരോട് ബോധിപ്പിക്കാനുള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് താഴെ വന്ന് നമ്മളെ തെറി പിടിച്ചുകൊണ്ടും നമ്മളെ പള്ളു പറഞ്ഞുകൊണ്ടും ഒക്കെ ആൾക്കാർ വരും. ലാലേട്ടൻ്റെ ചിത്രമല്ലാത്തതുകൊണ്ട് ദുൽഖറിൻ്റെ ചിത്രമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്തെല്ലാം പരിശോധിച്ചു. ലാലേട്ടൻ്റെ ആയാലും പ്രണവിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും ദുൽഖറിൻ്റെ ആയാലും ഏത് നടന്മാരുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ഞാൻ പുറത്തു വിടും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ഒരു രേഖ അതിനോടൊപ്പം ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു നിർത്താറുള്ളൂ. അതുകൊണ്ട് ഈ തള്ള് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ദുൽഖറിൻ്റെ സിനിമ ആദ്യ ദിവസം 10 കോടി തികച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു നാണക്കേടായി മാറിയാലോ എന്ന് വിചാരിച്ചാണ് ഈ തള്ളിൻ്റെ കഥ തുടങ്ങിയത്. പക്ഷേ അത് മഹാ അപരാധമായി പോയി, മഹാ നാണക്കേടായി മാറി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും എല്ലാവരും ചോറുണ്ട് ജീവിക്കുന്നവരല്ലേ, പ്രത്യേകിച്ചും മലയാളികൾ. അവർക്ക് എല്ലാം അങ്ങ് വിഴുങ്ങാൻ അവർ പഠിച്ചിട്ടില്ല. അത് ഓർത്തിരുന്നാൽ നല്ലത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം, തള്ളില്ലാതെ. ഓക്കെ ബൈ.